ലോകത്താകമാനമുള്ള IT കമ്പനികൾ ഭൂരിഭാഗവും AI വർക്കിംഗ് മോഡ്യൂളിലേക്ക് മാറുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നിരവധി ജീവനക്കാർക്കാണ് തൊഴിൽ നഷ്ടമാകുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളും ഇപ്പോൾ AI സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ രീതിയിലേക്ക് മാറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വലിയ ടെക് ഭീമന്മാരൊക്കെ തന്നെ ഇപ്പോൾ ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് AI എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് IT ജോബ് എന്ന് പറഞ്ഞാൽ, IT ജോലി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും സർക്കാർ ഉദ്യോഗത്തേക്കാൾ വലിയ നിലയും വിലയുമുള്ള ജോലിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ കമ്പനികൾ ജീവനക്കാരെ വേണ്ട എന്ന് വെച്ച് AI സംവിധാനത്തിലേക്ക് മാറുന്നത് IT-യിലേക്ക്, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗും ഒക്കെ പഠിച്ച് കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ച് IT മേഖലയിലേക്ക് ജോലിക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ ഒക്കെ തന്നെ സാരമായി, അവരുടെ ഭാവിയെ സാരമായി ബാധിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. AI സോഫ്റ്റ്വെയർ പഠിച്ചാൽ തന്നെ ഇപ്പോൾ 10 പേർ ചെയ്യേണ്ട ജോലി ഒരാൾ ചെയ്യുന്നു. അതിൽ ഒരാൾക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ, ബാക്കി 9 പേർക്ക് ജോലി കിട്ടുന്നില്ല. AI പഠിച്ചാൽ തന്നെ, AI സിസ്റ്റം പഠിച്ചാൽ തന്നെ ആ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഓറക്കിൾ എന്ന കമ്പനി 21,000 ജീവനക്കാരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ടെക്നോളജി ലോകത്ത് നിന്ന് AI-യിലും ക്ലൗഡ് സേവനങ്ങളിലും നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഇത് ഓറക്കിളിൽ നിരവധി പേർ, നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ അടക്കം ഓറക്കിളിൻ്റെ വിവിധ യൂണിറ്റുകളിൽ ഇന്ത്യയിലും വിദേശത്തുമായി ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിരവധി ഔട്ട്സോഴ്സിംഗ് ഏജൻസികൾ ഉണ്ട്. അവർക്കൊക്കെ തന്നെ തൊഴിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്ന ഭീതിയിലാണ് അവർ. 2026 സാമ്പത്തിക വർഷത്തിൽ 21,000 ജീവനക്കാരെയാണ് ഇപ്പോൾ ഓറക്കിൾ പിരിച്ചുവിട്ടത്. കമ്പനിയുടെ മൊത്തം തൊഴിലാളികളുടെ 13% വരും ഇത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ വ്യാപകമായ ഉപയോഗവും കമ്പനിയുടെ പ്രവർത്തനങ്ങളിലെ പുനഃസംഘടനയുമാണ് ഈ വൻ പിരിച്ചുവിടലിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 1,62,000 ജീവനക്കാരുണ്ടായിരുന്ന കമ്പനിയിൽ 2026 മെയിലെ കണക്കുകൾ പ്രകാരം ജീവനക്കാരുടെ എണ്ണം 1,41,000 കുറഞ്ഞു. പിരിച്ചുവിട്ട ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾക്കും മറ്റ് ചെലവുകൾക്കുമായി $1.84 ബില്യൺ ഓറക്കിൾ ചെലവാക്കിയത്. മുൻ സാമ്പത്തിക വർഷത്തിൽ ഈ ചെലവ് $374 ദശലക്ഷം മാത്രമായിരുന്നു. അപ്പോൾ പിരിച്ചുവിടലിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. AI-യുടെ കടന്നുവരവിന് പുറമെ മാനേജ്മെന്റിലും ഉൽപ്പന്നങ്ങളിലുമുള്ള മാറ്റങ്ങൾ, ജീവനക്കാരുടെ പ്രകടനത്തിലെ പ്രശ്നങ്ങൾ, തന്ത്രപരമായ മാറ്റങ്ങൾ, മറ്റ് കമ്പനികളെ ഏറ്റെടുക്കൽ എന്നിവയുമൊക്കെ പിരിച്ചുവിടലിന് കാരണമായി ഓറക്കിൾ വ്യക്തമാക്കുന്നുണ്ട്. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ വൻ നിക്ഷേപമാണ് ഓറക്കിൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിപണിയിലെ പ്രധാന എതിരാളികളായ ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നിവയോട് മത്സരിക്കുന്നതിനായി ഓപ്പൺ AI, മെറ്റ എന്നീ വമ്പൻ കമ്പനികളുമായി ഓറക്കിൾ പുതിയ ഡാറ്റാ സെന്റർ കരാറുകളിലും ഒപ്പുവച്ചു. ഈ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $70 ബില്യൺ മൂലധന ചെലവാണ് ഓറക്കിൾ പ്രതീക്ഷിക്കുന്നത്. ഈ തുക കണ്ടെത്തുന്നതിനായി ഓഹരികളിലൂടെയും കടപ്പത്രങ്ങളിലൂടെയും $40 ബില്യൺ സമാഹരിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. AI സാങ്കേതികവിദ്യയുടെ അമിതമായ ഉപയോഗം IT മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടത്തിന് കാരണമാകുന്നു എന്ന ആശങ്ക ഇപ്പോൾ IT ഉദ്യോഗാർത്ഥികൾക്കിടയിലും IT പ്രവർത്തകർക്കിടയിലും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ലേ ഓഫ് ട്രാക്കിംഗ് വെബ്സൈറ്റിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഇതുവരെ 196 ടെക് കമ്പനികളിലായി 1,19,800 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ IT മേഖലയിലേക്കുള്ള ആ ഒരു കടന്നുവരവ് തീർച്ചയായിട്ടും അതൊരു മന്ദതയിലെത്തും. BSc IT-യും അതുപോലെയുള്ള എഞ്ചിനീയറിംഗ് IT-യും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയും. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അവിടെയൊന്നും തന്നെ സീറ്റുകൾ ഫില്ലാകുന്നില്ല. ടെക്നോളജി പഠിക്കുന്നവരുടെ എണ്ണം പൊതുവെ കുറയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ലോകോത്തര കേന്ദ്രങ്ങളായ IIT-കളിലും NIT-കളിലും ഒക്കെ തന്നെ കൃത്യമായി സീറ്റുകൾ ഫില്ലാകുന്നുണ്ട്, എൻട്രൻസും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നും തന്നെ ആളുകൾ എത്തുന്നില്ല പഠിക്കാനായിട്ട്. ആ കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു തൊഴിൽ നഷ്ടം എന്ന ഭയം ഈ ഉദ്യോഗാർത്ഥികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും കാണില്ല ഇതൊന്നും പഠിക്കാൻ എന്നുള്ള ആശങ്ക വിദ്യാഭ്യാസ മേഖലയിൽ, ടെക്നോളജി വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്.